ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ വന്ന് ജെൻസി കുട്ടികൾക്ക് മാപ്പ് നൽകി മുങ്ങിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നീട് ആ വഴിക്ക് കണ്ടിട്ടില്ല. സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചുവെങ്കിലും അത് ഏൽപ്പിച്ച ആഘാതം അടുത്ത കാലത്തൊന്നും BJPയെ വിട്ടുപോകില്ല. രണ്ടാഴ്ചയിലധികം പിടിച്ചു നിന്നതിനു ശേഷം NDA സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജെൻസിക്ക് മുന്നിൽ മുട്ടുകുത്തുകയായിരുന്നു. സത്യത്തിൽ ജെൻസി കുട്ടികൾക്ക് മുന്നിലാണോ മോദി മുട്ടുകുത്തിയത്? അല്ല എന്നതാണ് അതിന്റെ നിജസ്ഥിതി. കാരണം ഈ സമരത്തിൽ സത്യത്തിൽ RSS നിലപാടാണ് മോദിയെ പിടിച്ചുകുലുക്കിയത്. പിന്നീടാണ് അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിക്കുന്നത്. ജെൻസി സമരം കേന്ദ്ര സർക്കാരിന് നേരെ രാജ്യമെമ്പാടും വ്യാപിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഏറ്റവും അധികം ബാധിക്കുന്നത് RSSനെയാണ്. ഇത് മുൻകൂട്ടി കണ്ട് RSS ഇടപെട്ട് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയായിരുന്നു. പിന്നീട് ഈ വിഷയത്തിൽ മോദിയും RSSും തമ്മിൽ കാര്യമായ ആശയവിനിമയത്തിൽ ഏർപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഒരു പടി കൂടി കടന്നു ചിന്തിക്കുകയാണ് RSS. മോദിയെയും കേന്ദ്ര സർക്കാരിനെയും മാറ്റി നിർത്തി ഇപ്പോൾ ജെൻസിയുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന് ഇറങ്ങുകയാണ് RSS. പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ജെൻസികളെ പൂർണ്ണമായും അവഗണിക്കുമ്പോഴാണ് RSS വിലക്കിനെ അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മറികടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ നടത്തിയ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾക്കും ദിവസങ്ങൾ കഴിഞ്ഞാണ് പുതിയ തലമുറയുമായി നേരിട്ട് സംവദിക്കാൻ RSS മേധാവി മോഹൻ ഭാഗവത് ഇറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ 100-ലധികം നഗരങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട ജെൻസി, ജെൻ ആൽഫ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുമായി മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 6-ന് മുംബൈയിലെ നിത മുകേഷ് അംബാനി കൾച്ചറൽ സെന്ററിൽ നടക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു യുണൈറ്റഡ് നേഷൻസിന്റെ 15ാമത് വാർഷികാഘോഷ പരിപാടിയിലാകും ഈ നിർണായക കൂടിക്കാഴ്ച നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. IIMUN ചാമ്പ്യൻഷിപ്പ് കോൺഫറൻസിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ 15-നും 19-നും ഇടയിൽ പ്രായമുള്ള 2000-ലധികം ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ലോകത്തെ ഒന്നിപ്പിക്കുന്നതിൽ യുവതയുടെ പങ്ക് ഇന്ത്യൻ മാതൃകയിൽ എന്നതാണ് ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രധാന പ്രമേയം. സ്കൂളുകളെയും കോളേജുകളെയും പ്രതിനിധീകരിച്ചെത്തുന്ന വിദ്യാർത്ഥികൾ ഈ വേദിയിൽ പ്രാദേശിക, ദേശീയ, അന്തർദേശീയ വിഷയങ്ങളിൽ സുപ്രധാന ചർച്ചകൾ നടത്തും. പുതിയ തലമുറയ്ക്ക് ശരിയായ വഴി കാട്ടുന്നതിനൊപ്പം അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് IIMUN സ്ഥാപകൻ ഋഷഭ് ഷാ വ്യക്തമാക്കി. 2011-ൽ സ്ഥാപിതമായ IIMUN പ്രധാനമായും 15-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾ നേതൃത്വം നൽകുന്ന വേദിയാണ്. ഈ സംഘടനയിലൂടെ വളർന്നു വന്ന ഒട്ടേറെ പേർ ഇന്ന് ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ, അഭിഭാഷകർ, വ്യവസായികൾ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ശശി തരൂർ MP, വ്യവസായികളായ അജയ് പിരാമൽ, നാദിർ ഗോദ്രേജ്, PT ഉഷ തുടങ്ങി നിരവധി പ്രമുഖർ സംഘടനയുടെ ഉപദേശക സമിതിയിലുണ്ട്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനുമെതിരെ യുവജനങ്ങൾക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ RSS മേധാവി നേരിട്ട് വിദ്യാർത്ഥികളുമായി സംവദിക്കാൻ തയ്യാറെടുക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സാഹചര്യത്തിൽ RSS നീക്കം കേന്ദ്ര സർക്കാരിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല.